ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ റോഡ്സ്. അപ്പോൾ നമ്മൾ കുടകിലെ ദുബാര എലിഫൻറ്റ് ക്യാമ്പൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി നേരെ ഗോൾഡൻ ടെമ്പിൾ പോണ വഴിയാണ്. അപ്പോൾ പോണ വഴിയിൽ നല്ലൊരു തൂക്കുപാലം കണ്ടപ്പം അവിടെ ഇറങ്ങി. ആരാമല തൂക്കുപാലത്തിൻ്റെ കമ്പീനുകളൊക്കെ പിടിച്ച് തൂങ്ങി കളിക്കുന്നുണ്ട്. നമ്മളിങ്ങനത്തെ യാത്രയിൽ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനത്തെ ഒരു ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് പാസ് ചെയ്ത് കാറും. അപ്പം തന്നെ തിരിച്ചു വന്ന് നോക്കിയതാണ്. ഇത് നമ്മളെ കാവേരി നദി തന്നെയാണ് കേട്ടോ. അത് ഈ നദി തന്നെയാണ് നേരെ പോയിട്ട് നമ്മൾ നേരത്തെ കണ്ട ദുബാര എലിഫന്റ് ക്യാമ്പിൽ എത്തുന്നത്. സജിന ഏതാ പാലത്തിന്റെ മുകളിൽ കയറി അങ്ങോട്ടോ നടന്നു പോകുന്നുണ്ട്. கடலை நரை வந்த பிறகே புரியுது உலகை நேற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தமாக்குதே. இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே. வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறேன். അപ്പോൾ ഞങ്ങളങ്ങനെ ഗോൾഡൻ ടെമ്പിളിലെത്തി. ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ, ഫ്രീ ആണ് കയറാൻ വേണ്ടിയിട്ട്. സമയം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സമയം. ഇത് നമ്മളെ ടിബറ്റൻ ബുദ്ധിസ്റ്റിന്റെ മൊണാസ്ട്രിയാണ്. അവർ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, അവരുള്ള മതപഠനം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ മൊണാസ്ട്രി ഇവിടെ 1963 സ്ഥാപിച്ചത്. അവരെ 11ാമത്തെ അവകാശിയായ പത്മനോർപൂർ റിംപോച്ച് എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇത് സ്ഥാപിച്ചത്. പണ്ടിത് സ്ഥാപിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വലിയ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ചെറിയൊരു കുടിലുമായിരുന്ന സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ മുളയൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ സഹായിച്ച് ആണ് അവർ ഈ വലിയ രീതിയിലൊക്കെ ആയി വന്നിട്ടുള്ളത്. ഈ മൊണാസ്ട്രിയുടെ ശരിക്കുള്ള പേര് വരുന്നത് നംഡ്രോളിംഗ് മൊണാസ്ട്രി എന്നാണ്. 1959 ചൈന ടിബറ്റിൽ കയറി അറ്റാക്ക് ചെയ്ത് അങ്ങനെ അവരവിടുന്ന് എസ്കേപ്പ് ചെയ്ത് വന്നതാണ് ഇവിടേക്ക്. നമ്മൾ ആ മുന്നേ കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ, ഒരു റിംപോച്ചേന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള, അതിന്റെ പേര് സാൻഡോങ് പാർലി ടെമ്പിൾ എന്നാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരു ടിബറ്റൻ ആർക്കിടെക്ചറിനെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്. ഇതിന്റെ കൊത്തുപണിയും അതേമാതിരി പെയിന്റിങ്സും ഒക്കെ. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, സാധാരണ രീതിയിലുള്ള ആളുകളാണ് ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഏകദേശം നല്ലൊരു ഉച്ച സമയത്താണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നല്ല ചൂടുണ്ട് ഇവിടെ. ഇതിന് മുന്നൊക്കെ വരുന്ന സമയത്ത് ഒരു വൈകിട്ട് സമയത്തൊക്കെ വന്നപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നേരെന്താ കാണുന്ന വലിയൊരു മണി തൂക്കിയിട്ടുണ്ടല്ലോ അവിടെ. വല്ലത് ആരും അടിക്കാണ്ടിരിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് തോന്നുന്നത്. ആ നേരെ ഒരു ടെമ്പിൾ പോലെ കണ്ടില്ല, ഈ കാണുന്നതിന്റെ പേരെന്താ വെച്ചാല് പത്മസാംബ ബുദ്ധിസ്റ്റ് വിഹാർ എന്നാണ്. സജിനി ആരോമില്ലാതെ നടന്നു പോണ. ഇവിടുത്തെ ഈ ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആ ടെമ്പിൾ ആണെങ്കിലും ഒക്കെ എത്രയോ നല്ല പെയിന്റിങ്ങും കാര്യങ്ങളും. ഗോൾഡൻ കളറിലെ പെയിന്റിങ് കണ്ടില്ല മൊത്തമായിട്ട്. ആ നേരെ കാണുന്ന ചുമരുകൾ മൊത്തം അവരെ കൾച്ചറും ഇതൊക്കെ പറയുന്ന എന്തൊക്കെയോ പെയിന്റിങ്സ് ഉണ്ട്. ഫുള്ള് ചുമരിന്റെ മേലൊക്കെ ഫുൾ പെയിന്റിങ്സ്. അവിടെ നമുക്ക് ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല. നമ്മൾ ആ സൈഡിൽ ആ റൂം കൊണ്ട് ചെരുപ്പ് കഴിച്ചു വയ്ക്കണം.
നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി ഈ മാർബിളിട്ട നിലത്തേക്ക് കാല് വെച്ചപ്പോൾ നല്ല തണുപ്പ്. ആ ചുമരിലും കണ്ടില്ല എന്തൊക്കെയോ അവരെ രീതിയിലുള്ള പെയിന്റിങ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. നമുക്ക് നേരെ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഓ, ഉള്ളോട്ട് അങ്ങോട്ട് കയറുമ്പോൾ നല്ല കൂളിങ്. ബുദ്ധന്റെ ഒക്കെ സ്റ്റാച്യൂസ് ഉണ്ടല്ലേ, അമ്മാരി വലിയ സ്റ്റാച്യൂസ് ഫുള്ള് ഗോൾഡൻ കളറിൽ പ്ലേറ്റ് ചെയ്തിട്ട്. നമ്മളെ സെൻട്രലിലാണ് ബുദ്ധൻ, രണ്ട് സൈഡിലും രണ്ട് വേറെ വേറെ ഗോഡ്സ് ആണ്. ഒന്ന് ഈ ലെഫ്റ്റ് സൈഡിലുള്ള അമിത്യാസ്, റൈറ്റ് സൈഡിൽ പത്മസാംഭവ, വേറെ രണ്ട് ഗോഡുകളുടെ പേരാണ്. എന്താണ് അതിലുള്ള കൊത്തുപണികളും അതേപോലെ തന്നെ അതിന്റെ പെയിന്റിങ്സ് ഒക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഭംഗി തന്നെ. ഇവർ കാര്യമായിട്ട് പറയേണ്ടത് ചില മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അതേ ഭംഗിയിലും വൃത്തിയിലും തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഉച്ച സമയമായിട്ട് നല്ല വിശപ്പ്. ഞങ്ങൾ അവരെ ടിബറ്റൻസിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയതാണ്. ഇവിടെ കയറി ഞങ്ങൾ 3 താലി മീൽസ് പറഞ്ഞു, അവരെ സ്റ്റൈലിലുള്ള. ഇതാ വരുന്നുണ്ടല്ലോ, നല്ല വലിയ പപ്പടമുണ്ട്, സ്പൂണൊക്കെ ഉണ്ടല്ലോ കൂടെ. പപ്പടം, ചോറ് നമ്മളെ പൊന്നിരീൻ്റെ ചോറാണ്. ഒരു ചുവപ്പ് കളർ ചമ്മന്തി ഉണ്ട്, 2 ടൈപ്പ് ഉപ്പേരി, ഒരു ദാൽക്കറി. അരമലൊക്കെ നല്ല വൃത്തിയിൽ കഴിക്കുന്നുണ്ട്. ഞങ്ങള് ഗോൾഡൻ ടെമ്പിളിനോടൊക്കെ ബായ് പറഞ്ഞ് നമ്മൾ അബ്ബി വാട്ടർഫോൾസിന്റെ അവിടെ എത്തി. ഇത് ഇവിടുത്തെ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു, നേരെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. രാവിലെ സജിനും ഇങ്ങനെ മുന്നിൽ ഓടുന്നുണ്ട്. ഇവിടെ നിന്ന് വലിയ തിരക്കില്ലെന്ന്, ഇട ദിവസം ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. അപ്പൊ അതാ ഞങ്ങൾ നടന്ന് അബി വാട്ടർഫോൾസിന്റെ മുന്നിലെത്തി. പുറത്തെ തിരക്കില്ലാത്തുള്ളൂ, ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, ആളുകളുണ്ട്. யாரோ பெருந்திரளினிலே நான் என்பதை வீசி எழுந்தேனே. மனமே தான் என்பது போகும் பெருங்கணத்தினிலே கூவி வாவென்றொரு வாழ்க்கை சிறு குரலாய் அருளாய் பேச போகாதொரு ஆழம் தேடி நீந்தி நீந்தி மூழ்கி போவேன். வாழாதொரு வாழ்வை தீண்டி தெளி 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 தெளிவில்
வெளிச்சத்தில் என்னை நானே முழுதாய் பார்ப்பேன். வீழாதொரு நிலையினிலே வித்தேறி சத்தேறி சித்தேறி விதப்பேன். நாள் என்பது மெய்ஞான போதம். இப்போதில் 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 எல்லாமும் போல் என்பது பகட்டு வாழவே. இப்போதில் 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 எல்லாமும் நாள் என்பதும் பொய்யான காலம். இப்போதில் 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 எல்லாமும் பேய் என்கிறதே தெளிந்த ஞானமே. கேட்க கேட்க ஓசை மீறி கேட்கிறனே. ഞങ്ങൾ അബി വാട്ടർഫാൾസ് എന്നൊക്കെ പോകുന്നത് നേരെ മടിക്കേരി എത്തി. മടിക്കേരി രാജ സീറ്റ് ഗാർഡൻ. ഏകദേശം സമയം വൈകുന്നേരമായിട്ടോ. ഇത് നമ്മളെ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ പോലത്തെ അത്ര വലിയ ഗാർഡൻ ഒന്നല്ല, എന്നാലും കാണാൻ പറ്റിയ ഒരു ചെറിയൊരു ഗാർഡൻ ആണ്. ചെറിയ പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. ഞാനോ രാവോ ഇരുളു നീന്തി വന്നു. ആരും കാണാതകലെ കാത്തു നിന്നു. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. ഞാനോ രാവോ ഇരുളു നീന്തി വന്നു. ആരും കാണാതകലെ കാത്തു നിന്നു. ആരോമല സജനൻ താഴെ പോയി ഫോട്ടോനെ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ബെഞ്ചിലിരിക്കുന്നില്ല, വൈകുന്നേരം സൺസെറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ. എല്ലാരും സൺസെറ്റിന് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ കണ്ടില്ല, മൂലയിൽ നല്ലൊരു വ്യൂ പോയിന്റ് ആണത് താഴേക്കുള്ള. പാർക്കിന്റെ ഒത്ത നടുവിൽ കണ്ടില്ല നല്ലൊരു മരം, നല്ല ഭംഗിന്റെ മരം കാണാൻ. ഒരു ഡൈനോസറിന്റെ സ്റ്റാച്യു. മൊത്തത്തിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ തന്നെയാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ വന്നിരുന്ന സമയം പോക്കാൻ പറ്റിയ നല്ല സ്റ്റെപ്പായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ വ്യൂ പോയിന്റിന് താഴേക്ക് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. താഴത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ. നമ്മൾ ഈ റൈറ്റ് സൈഡിലാണ് വൈകിട്ടായാലും സൺസെറ്റ് വരിക. கடலை நரை வந்த பிறகே
உலகை நேற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தமாக்குதே இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறேன் தீரா உள்ளூற்றை தீண்டவே. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ കുടകിലെ യാത്ര നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ നേരെ തിരിച്ച് വയനാട്ടിലേക്ക് പോകും. 2 ദിവസം വയനാട്ടിലാണ് ഇനി. അപ്പോൾ ഇനി വയനാട്ടിലെ കാഴ്ചകളായി കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching, friends. Like, comment, share, subscribe.